ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആയിഷക്കുട്ടി. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ബറാത്ത് രാവാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നോമ്പിന് മുന്നുള്ളൊരു രാവാണ് ബറാത്ത് രാവ്. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിടണം. അപ്പോൾ ഞാനും അടുത്തളക്കുന്ന അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇരിക്കണം നമ്മളെ വീടും മൊത്തം. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഹെൽപ്പിന് ആരുമില്ല. മോന് സ്കൂളിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ പണിയിലേക്കൊക്കെ കിടക്കാൻ പോണത്. അപ്പം ഞാൻ എൻ്റെ പണി ഒരു തലക്കന്ന് അങ്ങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ കണ്ടാലോ. അപ്പോൾ ക്ലീനിങ് ചെയ്യണതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ടില്ല രാവിലെ. അതിന് പോയിട്ടാണ് ഞാൻ ചായ കുടിക്കാറ്. അപ്പം ഞാൻ അതേ ദോശയാണ് എനിക്ക് ചായക്ക്. അപ്പം ഞാൻ കുട്ടി കുട്ടി ദോശയാണ് ഉണ്ടാക്കണം. വലിയ ദോശ എനിക്ക് ഇഷ്ടമില്ല. ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ദോശയ്ക്ക് കറി വന്നത് ചിക്കൻ കറിയാണ്. പിന്നെ ചായ ഉണ്ട്, അതും കൂടെ ചൂടാക്കണം. അപ്പം എൻ്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കട്ടെ ഞാനങ്ങ്. ചായയും കൂടെ റെഡിയായി, പിന്നെ അച്ചാറും കൂടി ഉണ്ട് കേട്ടോ. എന്ത് ഫുഡ് കഴിക്കുമ്പോഴും എനിക്ക് അച്ചാർ വേണം. അച്ചാറില്ലാത്തൊരു ജീവിതമില്ല എനിക്ക്. അപ്പോൾ എൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതേ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയതും ചായ കുടിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ പൊടിയൊക്കെ ആവും. എന്നാലും കിടക്കണ പാത്രമൊക്കെ എനിക്ക് കഴുകി ഒതുക്കി തുടച്ചിടുന്ന ശീലമാണ് അടുക്കള. അപ്പോൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ ഡ്രസ്സ് മടക്കാനുണ്ടായിരുന്നു അലക്കിയത്. അപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ അതേ മടക്കി ഒതുക്കി ഞാൻ അങ്ങനെ ബാഗുകളിലാക്കിയിട്ടാണ് ഷെൽഫിലൊക്കെ വെക്കാറ്. അപ്പോൾ പൊടി കയറില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതേ ബെഡ്ഷീറ്റൊക്കെ വീണ്ടും മാറ്റി കിടക്കണ ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ ഇട്ടു. നമ്മളെല്ലാവരും ക്ലീൻ ചെയ്യണം. മാറാലടിക്കണം. ഞാൻ അത് ഫാനുമ്മലത്തെ മാറാല ആദ്യം അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഫാനുമ്മലത്തെ മാറാല ആദ്യം അങ്ങ് ക്ലീൻ ചെയ്തു. പൊടിയൊക്കെ തട്ടി ഫാൻ ക്ലീൻ ചെയ്തപ്പോൾ തുടക്കാൻ എനിക്ക് കൈ എത്തത്തില്ല. സ്റ്റാൻഡൊന്നും ഇല്ല കയറി നിന്ന് തുടയ്ക്കാനൊന്നും. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മളിത് ക്ലീൻ ചെയ്യാനാണ് വലിയ പൊടിയൊന്നും ഇല്ല. അപ്പോൾ ബെഡ്റൂമിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങിയേക്കുന്നത്. പിന്നെ അലമാരുടെ ബാഗിൽ കുറച്ച് പൊടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂക്കൊക്കെ പൊത്തി പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്, കാരണം മൂക്കിൻ്റെ ഉള്ളിൽ പൊടി കയറാണ്ടിരിക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് തുടയ്ക്കുമ്പോൾ ഒക്കെ എല്ലായിടത്തും പൊടി തട്ടിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ജനലും വാതിലുകളും ഈ ഒരു സമയത്തൊക്കെ കൊല്ലത്തിലൊരിക്കൽ ഞാൻ തുടയ്ക്കാറൊക്കെ ഉള്ളൂ. അപ്പോൾ ദേ അലമാരകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ പൊടി തട്ടി പിന്നെ തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്ത് അതൊക്കെ സെറ്റാക്കി വെച്ചു. ഏകദേശം ബെഡ്റൂമിലത്തെ പണി ദേ കഴിയാനായി. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബെഡ്റൂമിലേക്കും ഹാളിലേക്കൊക്കെ പോവാനായിട്ട്. അപ്പോൾ ദേ ബെഡ്റൂമിലത്തെ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റായി വെച്ചതിൻ്റെ ഞാൻ ദേ ഹോളിൽ വന്നു. ഹോളിലത്തെ സ്റ്റാൻഡുമുള്ളതെല്ലാം എടുത്ത് അതെല്ലാം പൊടി തട്ടി. അപ്പോൾ ആ സ്റ്റാൻഡ് കുറച്ച് അതിൻ്റെ ഇതൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തു. പശയൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തുണി കൊണ്ട് ഒന്നും കൂടെ ആ സ്റ്റാൻഡ് വൃത്തിയാക്കി തുടച്ച് അതിലിരുന്ന സാധനങ്ങളൊക്കെ വീണ്ടും അതിൽ തന്നെ എടുത്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി. ഞാനിവിടെ നിന്നിട്ടാണ് എൻ്റെ റീൽസൊക്കെ കുറേ ഷൂട്ട് ചെയ്യാറ്. ഇവിടെ നിൽക്കും, പിന്നെ റൂമിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മളെ ഹോളിലത്തെ പണിയും ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടുത്തെ കഴിഞ്ഞു. പിന്നെ ടി വിയും മേശപ്പുറം ഒക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത റൂമിലേക്ക് പോവാണ്. അവിടെയും ക്ലീൻ ചെയ്യാനുണ്ട്. അവിടെയും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദേ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കണില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ അടുക്കളയിൽ ഫ്രിഡ്ജൊക്കെ ദേ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ ക്ലീൻ ചെയ്യണില്ല, അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ച എല്ലാം കൂടെ ഒന്നും നടക്കില്ല. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ നാളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ അധികം വലിയ വൃത്തിയോടൊന്നുമില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് ദേ സ്റ്റാൻഡൊക്കെ ദേ പൊടി തട്ടി അതുപോലത്തെ കുപ്പികളൊക്കെ ഇറക്കി വെച്ചിട്ട് തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും റിട്ടേൺ വെക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സ്റ്റാൻഡ് കഴിഞ്ഞു. ഇപ്പോൾ ദേ ഈ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ എല്ലാം ചില്ല് കുപ്പികളാണ് ഞാൻ യൂസ് ചെയ്യണത്. അധികം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇവിടെ യൂസ് ചെയ്യാറില്ല ഞാൻ. എനിക്കിഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ ചില്ലിനോടാണ് കൂടുതൽ ഇഷ്ടം. ചില്ല് പാത്രങ്ങളും ചില്ല് കുപ്പികളും ഒക്കെ യൂസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ അരിയിട്ട് വയ്ക്കുന്ന ബക്കറ്റ് അങ്ങനത്തെ ഒക്കെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളുള്ളൂ. അപ്പോൾ അതൊക്കെ ദേ തൊടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു, അഴുക്കുണ്ടായിരുന്നു. അതിങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കണതായിരുന്നു. അപ്പോൾ വെള്ളം വീണിട്ടൊക്കെ. അപ്പോൾ അതൊന്ന് കഴുകി വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സമയം ദേ ഏകദേശം 4:30 ആവാനായി, അനു വരാനായി. അപ്പോൾ ദേ അതൊക്കെ വെയിലത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ ബ്ലാങ്കറ്റ് ഉണങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ മടക്കി റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി ചായ വെക്കണം അനുവിന്. അവനക്ക് ചായ കൊടുത്തിട്ട് ബാക്കി തുടങ്ങാൻ. അപ്പോൾ ദേ അനു വന്ന് ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ അടിച്ചു വാരാണ്. അപ്പോൾ എൻ്റെ പൊടി തട്ടലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടിച്ചു വാരലാണ് എല്ലായിടത്തും. അടിച്ചു വാരി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വാതിലുകളും ജനലുകളൊക്കെ തുടയ്ക്കാൻ. അപ്പോൾ ഇപ്പം തന്നെ ഒരു പരിവായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണല്ലോ എല്ലാം ചെയ്യണത്.
അപ്പം ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. അപ്പം അവനും നല്ല വൃത്തിയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് അധികം വൃത്തിയോടൊന്നും ആക്കിയിട്ടില്ല വീടൊന്നും. എൻ്റെ അത് വഴക്ക് കേൾക്കുമെന്ന് അറിയാം എനിക്ക് നന്നായിട്ട്. അപ്പോൾ ദേ എൻ്റെ ക്ലീനിങ്ങും ഒക്കെ ദേ ഇവിടെ കഴിയാനായി. അടിച്ചുവാരലൊക്കെ അനു വന്ന് ചായയൊക്കെ കുടിച്ച് കുളിച്ച് അവിടെ കിടപ്പായിട്ടുണ്ട്. അപ്പോൾ ദേ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വാതിലുകളൊക്കെ ദേ തുടയ്ക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിവിടെ 2 ബെഡ്റൂമായിട്ടുള്ളത്, പിന്നെ ഒരു ചെറിയ ഹാളും പിന്നെ അടുക്കളയും. അപ്പം 3 വാതിലുകൾ ആകെ തുടയ്ക്കാനുള്ളൂ. അപ്പം അതെല്ലാം ദേ തുടച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ ജനലുകളൊക്കെ തുടയ്ക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ, എന്നാലും ഞാൻ കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കാണുന്നവർക്ക് അധികം ബോറടിക്കണ്ടല്ലോ കണ്ടിട്ട്, കുറേ ലോങ് വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഇടണുള്ളൂ വീഡിയോയിൽ. അപ്പോൾ ദേ എൻ്റെ വാതിലുകളൊക്കെ തുടച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ജനലുകൾ തുടയ്ക്കാൻ പോയി. അപ്പോൾ ബെഡ്റൂമിലത്തെ ജനലുകളൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കളയിലത്തെ ജനലാണ് തുടച്ചത്. അതും കഴിഞ്ഞ് ഞാൻ വേസ്റ്റ് കളയാൻ പോവാണ്. താഴെയാണ് നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയേണ്ടത്. വേസ്റ്റൊക്കെ കളഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാണ്. അടുക്കളയിൽ തന്നെയാണ് നമ്മളെ വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്ത് എൻ്റെ സ്റ്റാൻഡ് ഉണക്കാൻ വെച്ചിട്ടുണ്ടായി, അതെടുക്കാൻ പോയി. അപ്പോൾ ചവിട്ടികൾ ഉണങ്ങിയിട്ടുണ്ടായി, അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ കുറച്ചും കൂടെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുളിക്കാനായിട്ട്. പിന്നെ നമുക്ക് തുടക്കണം, ഇനി തുടക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, പാലൊക്കെ മേടിക്കാൻ. അപ്പം ഞാൻ ദേ തുടയ്ക്കാൻ വന്നു. അപ്പോൾ 2 പ്രാവശ്യം വെച്ച് നമ്മൾ തുടയ്ക്കണം കേട്ടോ. നല്ല പൊടി ഉണ്ടാവും, കാരണം മുകളിൽ നിന്നൊക്കെ പൊടി മാറാലൊക്കെ തട്ടിയിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളിയാഴ്ച ഒന്നും കൂടെ ഞാനിത് തുടയ്ക്കും. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഞാൻ എൻ്റെ വീട് തുടയ്ക്കാറുള്ളൂ. ഡെയിലി അടിച്ചു വാരി ഇടും, കാരണം വലിയ വൃത്തികേടൊന്നുമില്ല. ഞാൻ എൻ്റെ മോന് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ റൂമുകളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ അതേ അടുക്കള തുടയ്ക്കാൻ വന്ന അടുക്കളയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിറ്റ് ഔട്ടും ഹാളും കൂടെ തുടച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ തുടയ്ക്കുന്ന ജോലി കൂടെ അവസാനിക്കും. അതിനിടയ്ക്ക് ഞാൻ അനുവിൻ്റെ അടുത്ത് ബെഡ്ഷീറ്റ് വിരിക്കാൻ കൊടുത്തു. അപ്പോൾ ചെയ്യാൻ പറഞ്ഞ പണി കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് ചെയ്ത് തരും അനു. എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അനുമോനെ. പാത്രമൊക്കെ കഴുകി തരും, തേങ്ങ ഒക്കെ ചിരവി തരും. അപ്പോൾ അവൻ്റെ പണി നല്ല വൃത്തിക്ക് ചെയ്യാൻ അവനക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ബെഡ്ഷീറ്റ് ഇവിടെ നല്ല വൃത്തിക്ക് ചെയ്ത്, പിന്നെ തലേണക്ക് കവറിടാൻ പറഞ്ഞാൽ അതും നന്നായിട്ട് ചെയ്ത്, ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട് ആളുടെ പണി നല്ല അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് ഇനി കുറച്ചും കൂടെ പണിയുണ്ട് അടുക്കളയിൽ. നേരത്തെ കഴുകി വെച്ച സ്റ്റാൻഡ് എടുത്ത് സെറ്റ് ചെയ്ത് അതിൽ വെച്ച പാത്രമൊക്കെ അടക്കി ഒതുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറുന്ന വൈകിട്ട് ചായ വെച്ച പാത്രം കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി ഇവിടെ കഴിയാനായിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴുകി വാഷ് ബേസിനും കൂടെ കഴുകി കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ തീർന്നു. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ക്ലീനിങ് പരിപാടി. അപ്പോൾ ദേ ഏകദേശം നമ്മളെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒരുവിധം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ചെയ്തില്ല, വലിയ വൃത്തിയോടൊന്നുമില്ല, എന്നാലും നാളെ അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഞാൻ ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കുളിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വരാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് നമ്മളെ വീട് ക്ലീൻ ആയതൊക്കെ ഒന്ന് കാണണ്ടേ. വീടൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ മനസ്സിന്, ഭയങ്കര ഒരു സുഖം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉള്ളൊരു സുഖമുണ്ടോ? നിങ്ങളിങ്ങനെ വീട് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ നോക്കാറുണ്ടോ? മൊത്തത്തിൽ നല്ല രസമല്ലേ നമുക്കത് കാണാൻ. അപ്പം ഞാൻ കുളിച്ച് വന്നിട്ട് കാണിച്ചു തരാം. കുളിച്ചിട്ട് വന്നാലോ? അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങി, എനിക്ക് കടയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടില്ലേ ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ? എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ കമൻറ്റിൽ. കാണാൻ ഭംഗിയുണ്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, സീ യു, ലവ് യു ഓൾ.